വർഷങ്ങൾ പിറകോട്ടു പോയാൽ ഓർമ്മകൾ ഇതുപോലൊരു ചക്രത്തിനൊപ്പം കറങ്ങും. സൈക്കിളിലെങ്കിലും ടയർ ഉരുട്ടിയിട്ടുണ്ടാകും. പക്ഷേ ചെറുപ്പകാലത്ത് ഒരു സൈക്കിൾ ടയർ പോലും ഉരുട്ടിയിട്ടില്ലാത്ത ആയിഷയുടെ കയ്യിൽ ഇപ്പോൾ ഒതുങ്ങാത്ത ടയറുകളില്ല. പഞ്ചറടയ്ക്കുന്ന ആയിഷയെ നാട്ടുകാർ സ്നേഹത്തോടെ പഞ്ചർ താത്ത എന്ന് വിളിക്കും. അങ്ങനെ കടയുടെ പേരും അതുതന്നെയായി. 17 വർഷമായി പഞ്ചർ താത്ത ഇവിടെയുണ്ട്. സ്നേഹവും വിശ്വാസവുമാണ് താത്ത ടയറുകളിൽ നിറയ്ക്കുന്നത്. JCB ആകട്ടെ, ലോറി ആകട്ടെ, എല്ലാ വണ്ടിൻ്റെ കൈകാര്യം ഇന്ന വണ്ടിയൊന്നുമില്ല, കിട്ടണൊക്കെ കൈകാര്യം ചെയ്യും. ജീവിതചക്രം പഞ്ചറാകാതെ അതിജീവിച്ച കഥയാണ് ആയിഷയ്ക്ക് പറയാനുള്ളത്. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നീങ്ങിയിട്ടും ഈ ചക്രത്തിന് പോറലേറ്റില്ല. വീട്ടുകാർക്കൊരു എതിർപ്പുണ്ടായിരുന്നു. എന്താ എടുക്കാൻ പറ്റാത്ത പണിയാണല്ലോ, അങ്ങനെ എങ്ങനെയായിരുന്നു. ഞാൻ പിന്നെ കണ്ണു മുറുക്കി ചിമ്പി, ഒരാളെ കണ്ണു മുറുങ്ങാണല്ലോ, കണ്ണു മുറുക്കി ചിമ്പിണ്ട് ഇറങ്ങി. വരുന്നോടത്ത് വെച്ച് കാണാറുണ്ട് ഇറങ്ങി. ആദ്യമായി പഞ്ചറൊട്ടിച്ചത് ആയിഷ ഇന്നും ഓർക്കുന്നു. അന്ന് ബൈക്കുടമയായ അധ്യാപകൻ പറഞ്ഞ വാക്കുകളാണ് അവർക്ക് ഊർജമായത്. ആദ്യം ഒരു പേടിയൊക്കെ തോന്നിയിരുന്നു, എന്താവുക ഏതാവുക. ഏതായാലും ഒരു മനസ്സോടെ ഞാൻ അടച്ചു വിട്ടു. ടയറ് പഞ്ചറടച്ച് കുടുക്കി വിട്ടു. കാറ്റൊക്കെ നോക്കി ലെവൽ നോക്കിയപ്പോൾ സുഖമാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിറ്റേന്ന് ആ ആള് വന്നു, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് എടുത്തോണ്ടിട്ടോ. സ്ത്രീ ആയതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും ഇതുവരെയും നേരിട്ടിട്ടില്ലെന്ന് ആയിഷ അഭിമാനത്തോടെ പറയും. ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഏതു സ്ത്രീക്കും ഈ മേഖലയും വഴങ്ങും. അങ്ങനെ ഞാൻ കരുത്തുണ്ടെങ്കിൽ ഏത് പണിയെടുക്കാം. ധൈര്യം മുന്നിൽ പഠിച്ചതമ്പുരാ ധൈര്യം തന്നിക്കണമെങ്കിൽ ഏത് പണിയെടുക്കാം. ഇത് ആണുങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടില്ല, പെണ്ണുങ്ങൾക്ക് കൊടുക്കാം. സ്വന്തമായി ഒരു ബൈക്ക് വാങ്ങണമെന്ന ലക്ഷ്യമാണ് ഇനിയുള്ളത്. കടയിൽ നിന്ന് 30 കിലോമീറ്ററോളം അകലെയാണ് വീട്. ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞ ആയിഷ ഈ ദൂരം ബൈക്കിൽ താണ്ടാൻ ഇനി അധിക ദൂരമുണ്ടാവില്ല. ക്യാമറമാൻ PT മിൽട്ടനൊപ്പം മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.